സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഇങ്ങനെ പൊളിഞ്ഞു പോകില്ലല്ലോ മോനെ. കഴിഞ്ഞ വർഷം പൊളിഞ്ഞത് കൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇപ്പം നമുക്ക് നോക്കാം. അഖിൽമാരാർ 50 ദിവസം വരെ അഖിൽമാരാർ ആണോ വിന്നറെന്ന് ജനങ്ങൾ തീരുമാനിച്ചത്? അഖിൽമാരാരാണോ? ആണോ? ആണോ? അവരെല്ലാവരും ഇരുന്ന് ഉറങ്ങുകയല്ലായിരുന്നു അല്ലേ? എല്ലാവരും ഏതെങ്കിലും മൂലയിൽ പോയിരുന്ന് ഉറങ്ങുമായിരുന്നു. കഴിഞ്ഞ സീസണിൽ 50 ദിവസം കഴിയുന്നത് വരെയും ആ ഷോ ശോകമയമായിരുന്നു. ആരാ ശോകമയമാക്കിയത്? ഏഷ്യാനെറ്റ്, ബിഗ് ബോസ്. അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടി സെലക്ട് ചെയ്ത ഈ കണ്ടസ്റ്റൻസ് അവിടെ പോയിരുന്ന് ഗ്രൂപ്പ് കൂടി സ്വറയും പറഞ്ഞ് ഉമ്മ വെച്ച് കളിച്ച് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തലും മാന്തലും ചീണ്ടലും വെച്ചിട്ട് ഒരു കണ്ടന്റ് പോലും കൊടുക്കാതെ കാര്യങ്ങളൊന്നും വെക്കില്ല. പേടിച്ചിട്ട് ആരെങ്കിലും കുറ്റം പറയും, ജനങ്ങൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ വെറുപ്പുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും മൂലയിൽ പോയിരുന്നു സ്വറയും പറഞ്ഞിരുന്നാൽ എങ്ങനെ ഈ പ്രോഗ്രാം വിജയിക്കും? അപ്പൊ ഫസ്റ്റ് അല്ല, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീസൺ. ഫസ്റ്റ് സീസൺ ആരും കണ്ടില്ല, കുറച്ചുപേരെ കണ്ടോളൂ. സെക്കൻഡ് സീസൺ, ദി റിയൽ ബിഗ് ബോസ് സീസൺ. ലോകം മൊത്തം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ മലയാളം ജനകീയമാക്കാൻ ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ഭാഗ്യം കിട്ടി. അഭിമാനത്തോടെ തന്നെ ഞാൻ പറയുന്നു, ജനങ്ങളുടെ ഒരു വിന്നർ എന്ന നിലയിൽ. ഇപ്പം നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾ പറഞ്ഞാൽ ആരായിരിക്കും സീസൺ 2-ലെ വിന്നർ? പറയും. എന്നെ ഞാൻ തന്നെയാണെന്നാണ് ജനങ്ങളുടെ വിന്നർ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. നമുക്കിപ്പോൾ ഒരു വലിയൊരു ഫ്ലാറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു കിരീടം തലയിൽ വെച്ചില്ല, ട്രോഫി പിടിച്ചില്ല, അതൊന്നും കാര്യമില്ല. കോടിക്കണക്കിന് മലയാളികൾ, കേരളത്തിൽ മാത്രമല്ല, UAE, GCC, അമേരിക്ക, ഓസ്ട്രേലിയ, എത്രയോ സ്ഥലങ്ങളിൽ അത്രയും മെമ്പേഴ്സ്, സഹോദരങ്ങൾ അവരുടെ നെഞ്ചിലേറ്റി അവർ ഇന്നും പലപ്പോഴും കൂടിയാണ്. ഇപ്പം കഴിഞ്ഞ ഞാൻ പാലക്കാട് നിന്ന് വർക്ക് കഴിഞ്ഞു വന്നാണ്. പാലക്കാട് ഞാൻ ലുലു മാളിൽ ചെന്നപ്പോഴത്തേക്ക് 3 വർഷം 4 വർഷം മുമ്പ് ബിഗ് ബോസിൽ കണ്ടിട്ടുള്ള എന്നെ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുക, സെൽഫി എടുക്കുക. അത് മറന്നിട്ടില്ല. ഒന്ന് ആലോചിക്കാൻ ഇപ്പം ഞാൻ ഇറങ്ങിയതല്ല. അപ്പം ഞാൻ അവരിൽ ഒരാളാണ്. സീസൺ 2 റിയൽ ബിഗ് ബോസ് സീസൺ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം സീസൺ 3, സീസൺ 4, സീസൺ 5 എല്ലാം കോപ്പിയടിയും പതുങ്ങിയിരിക്കലും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെ നിന്നിട്ട് ഇപ്പോൾ ഈ സീസൺ 5 തന്നെ നോക്കാം. അഖിൽമാരാരും ഷിജുവും രണ്ടുപേരും. ഷിജു എന്തെങ്കിലും മുമ്പോട്ട് വന്നോ? എനിക്ക് ചോദിക്കാം. കാരണം എൻ്റെ കുടുംബമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഞാൻ ആക്കിയത് ബിഗ് ബോസാണ്. എന്നെ ലോകത്ത് അറിയപ്പെടുത്തിയത് ബിഗ് ബോസാണ്. അപ്പോൾ ആ ബിഗ് ബോസിന് വേണ്ടി നമ്മൾ ഫൈറ്റ് കളിക്കണം. മരിച്ചു വേണ്ടേ? നിങ്ങളാണ് നമുക്കൊരു അവസരം തരികയാണ്. നിങ്ങളൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിലൊരു ക്യാരക്ടർ വരുമ്പോൾ ഞാൻ മരിച്ച് ചെയ്യണം, ഉറപ്പായി ചെയ്യണം. എത്ര വൈകിട്ട് നമ്മൾ കട്ടക്ക് ചെയ്യണം. അതാണ് ആ പ്രോഗ്രാം വിജയിപ്പിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ഒരു ആഴകുഴമ്പനായിട്ടൊക്കെ പറഞ്ഞിട്ട് പോയാൽ എങ്ങനെയിരിക്കും? നിങ്ങൾ ടെലികാസ്റ്റ് പോലും ചെയ്യുമോ? ഇല്ല. അപ്പം ഇത് നിങ്ങൾക്ക് അത് തന്നെയാണ് സംഭവം. അപ്പം ഷിജു എന്ന് പറഞ്ഞ് അഖിൽ മുമ്പോട്ട് വരട്ടെ. അഖിൽമാരാർ യഥാർത്ഥത്തിൽ ഒന്ന് ഉണർന്നത് എപ്പോഴാണ്? ഞങ്ങളെപ്പോലെയുള്ള ചലഞ്ചേഴ്സ് 4 പേര് ചെല്ലുന്നു, അപ്പം പുള്ളി ഉണർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മക്കളും വന്നു. രണ്ട് മക്കൾ വന്നു കഴിഞ്ഞോടുകൂടിയാണ് പ്ലേറ്റുകൾ അങ്ങോട്ട് പോയി. ഇതല്ലേ സത്യം? ആലോചിച്ച് നോക്കും. ഒരു സത്യം വിളിച്ച് പറയാൻ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളാരുടെയും മോഷ്ടിക്കുന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 3, 4, 5 എല്ലാം ശോകമുഖമായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ 5 അട്ടർ ഫെയിലിയർ ആയിരുന്നു. ഏകദേശം 50-60 ദിവസം വരെ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, എടുക്കുമ്പോൾ ഇവർ വളരെ പ്രതീക്ഷയോടെ എടുക്കുന്നു. ഇപ്പോൾ ഞാൻ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളാണെന്ന് പോയി, ഞാൻ മോനെ അതിലേക്ക് സെലക്ട് ചെയ്യും. നീ എന്താ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞു, ഞാൻ അവിടെ പോയി അത് ചെയ്യും, ഞാൻ ഇവിടെ പോയി ഇത് ചെയ്യും, ഞാൻ തകർക്കും. അപ്പോൾ പ്രതീക്ഷയോടെ നിനക്ക് ഞാനൊരു അവസരം തന്നു. നീ അവിടെ കയറിയതിന് ശേഷം കട്ടൻ്റെ പുറകിൽ ഒളിച്ച് കളിച്ച് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ പെട്ടില്ലേ പിന്നെ? അപ്പോൾ വേണ്ട എന്താണ് ചെയ്യില്ലേ? അപ്പോഴേ വലിച്ചെടുത്ത് ദൂരക്കളായിരുന്നു. ശരിയല്ലേ? കാരണം നല്ല മിടുക്കര് പിള്ളേർ വെളിയിപ്പോണ്ട്, നല്ല ടാലൻറ്റഡ് പിള്ളേർ വെളിയിപ്പോണ്ട്. ഈ കൊണ്ടുപോയ എണ്ണം മാത്രം അവിടെ നിർത്തി തീറ്റി പോറ്റി അതിനെ വളർത്തി ഉയർത്തി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെ ഞാൻ പറയുന്നു. ഉള്ളൂല്ലേ? അടുത്ത ആഴ്ച ദൂരക്കളാണ്. ഡബിൾ എലിമിനേഷൻ പൊക്കി എടുത്ത് വെളിയിൽ വേണം. അടുത്ത 2 പേരെ കയറ്റണം. ശരിയല്ലേ?